ഹലോ ഗായ്സ്, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. കാരണം വെച്ചാൽ അനികുട്ടിയുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മൗനരാഗം സീരിയലിലെ കിരണാണ് കേട്ടോ. അതിൻ്റെ ക്യാരക്ടർ നെയിമാണ് കേട്ടോ. എനിക്ക് പുള്ളിയുടെ യഥാർത്ഥ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരാളായിരുന്നു. എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ സ്പോർട്സിൻ്റെ വകയായിട്ട് എന്തോ ഒരു ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ കാരണം ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് നമ്മൾ അനികുട്ടനായിരുന്നു കേട്ടോ കിട്ടുന്നത്. എല്ലാ വർഷത്തെ പോലെ നീ വട്ടം അവൻ തന്നെയാണ് അതിൽ നിൽക്കുന്ന ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് മേടിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അനിയൻകുട്ടി ഇങ്ങനെ പേസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകും കേട്ടോ കാണുമ്പോഴത്തേക്ക്. പിന്നെ പിള്ളേരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സുൻട്രാപ്പി, മാളും, ഉണ്ണിക്കുട്ടിയും, കുഞ്ഞാറ്റയും, അമ്മ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അനിയൻകുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പാട്ടിൻ്റെ സെലക്ഷൻ ആയാലും സ്റ്റെപ്പുകളും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ പാട്ട് ഇടാത്തത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് മേടിച്ചിട്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് പാട്ടും ഡാൻസും ഒക്കെ ആണെന്ന്. അങ്ങനെ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തു. എൻ്റെയും എൻ്റെ ചേച്ചിയുടെ കുട്ടിക്കാലമൊക്കെയാണ് ഓർമ്മ വന്നത്. ഞങ്ങൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അന്ന് കളിച്ചതൊക്കെ ഓർമ്മ വരുവാണ്. ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് രുക്കുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. രുക്കുവിന് പരിപാടിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അവൾ വേറെ എന്തോ ഒരു പരിപാടിയിലായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മിസ്സുമാരുടെ ഡാൻസ് ഒക്കെ വന്നത്. അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മിസ്സുമാരൊക്കെ ഇങ്ങനെ കളിക്കുക. അതിന് പരിപാടി നല്ല കളറായിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ ഡെഡിക്കേഷൻ, മിസ്സുമാരുടെ ഡെഡിക്കേഷൻ, ഇവരൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പാട് 2-3 മാസം നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ അനിയൻകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കൃഷ്ണാഞ്ജന അനിയനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനി. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും പക്ഷെ അവിടുന്ന് പോകാനൊരു മനസ്സേ തോന്നിയിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് നാളെ കണ്ടിട്ട് എല്ലാവർക്കും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ചോക്ലേറ്റും ഐസ്ക്രീമും കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മളെ കാത്തു നിൽക്കുന്നത് ആരാണ്? ബാലിമോൻ പിന്നെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലിമോനും ഉണ്ണിക്കുട്ടി കുഞ്ഞായിട്ട് ഒരു ബൈക്കിലും ഞാനും അനിയൻകുട്ടിയും കുഞ്ഞുമ്മയും കൂടെ ഒരു ബൈക്കിലും കൂടെ അങ്ങനെ പോയി. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ ഹോട്ടലൊക്കെ പോയായിരുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.